ഇനി കാണുന്ന ഈ പുഴ കടന്നാൽ അവരുടെ ഗ്രാമമാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് വരാൻ അനുമതിയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. ആദിവാസി ഗ്രാമത്തിലേക്കായിരുന്നു അവർ അന്ന് മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നത്. ജനങ്ങളോട് അധികം ബന്ധമില്ലാത്ത ഒരു പ്രത്യേക ഗോത്ര വിഭാഗത്തിലേക്കായിരുന്നു അവർ അന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത്. ഏകദേശം 2001 ഈ മെഡിക്കൽ ക്യാമ്പ് നീലഗിരിയിലെ ഉൾക്കാടിനകത്ത് പ്രത്യേകതരം ഗോത്ര വിഭാഗത്തിൽ ഇന്നും വീടുകളിലല്ലാതെ ഗുഹയ്ക്കുള്ളിലും പാറയ്ക്കുള്ളിലും മറ്റ് കാടുകളിലും മരങ്ങളിലും താമസിക്കുന്ന ഒരു തരം പ്രത്യേക വിഭാഗത്തിലുള്ള ആദിവാസി ഗോത്ര വിഭാഗക്കാരുടെ ഇടയിൽ അവരുടെ കുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ കണക്കെടുപ്പിനും അവർക്ക് ചികിത്സ ചെയ്യുന്നതിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് അവർ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നത്. എന്നാൽ ആ ക്യാമ്പിന് പോകേണ്ടവരുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുത്തത് കനക എന്ന് പറഞ്ഞ ഒരു നഴ്സിനെ കൂടിയായിരുന്നു. കനകയ്ക്ക് ഈ സർവീസിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. കനക ഇതിനു മുന്നേയും ഒരുപാട് മെഡിക്കൽ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇത്തവണ ആ ഉൾക്കാടിനകത്തെ ആ ഗോത്ര വിഭാഗക്കാർക്കിടയിൽ പോയ സമയത്ത് അവിടെ വെച്ച് അവർക്ക് ചില പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അതും അമാനുഷികമായ ചില പ്രത്യേക അനുഭവങ്ങൾ. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് നിന്നും നീലഗിരി ഉൾക്കാടുകളിലെ ഒരു പ്രത്യേക ഗോത്ര വിഭാഗത്തെ കണ്ടെത്തിയായിരുന്നു അവർ അന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത്. ഇതിനു മുന്നേയും അട്ടപ്പാടി, വയനാട് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പല വിഭാഗങ്ങളെയും അവർ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അവർ പോകുന്നത് തീരെ മനുഷ്യരോട് സഹവാസമില്ലാത്ത ഒരു പ്രത്യേക ഗോത്ര വിഭാഗക്കാർക്കിടയിലാണ്. അവിടെ കുട്ടികൾക്ക് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള രോഗം പടരുന്നത് അവിടെ തമിഴ്നാട് ഗവൺമെന്റ് അത് ശ്രദ്ധിച്ചിരുന്നു. അതിനുവേണ്ടി പ്രഗത്ഭരായ കേരളത്തിൽ നിന്നുള്ള ഒരു മെഡിക്കൽ ടീമിനെയായിരുന്നു അവർ അങ്ങോട്ട് വരാൻ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു കനകയും അതുപോലെ കനകയുടെ ടീമിലുണ്ടായിരുന്ന കുറച്ചധികം നഴ്സസും അതുപോലെ കുറച്ച് ഡോക്ടേഴ്സും മെഡിക്കൽ ക്യാമ്പിനായി അങ്ങോട്ടേക്ക് പോകുന്നത്. കോഴിക്കോട് നിന്നും കുറച്ച് അടുത്ത് തന്നെയാണ് നീലഗിരി കാടുകൾ. അതുകൊണ്ട് അവർക്ക് അധികം വൈകാതെ തന്നെ നീലഗിരിയിലേക്ക് എത്താൻ സാധിച്ചിരുന്നു. അങ്ങനെ അവർ നീലഗിരിയിലെത്തി. എന്നാൽ ഇവർക്ക് അത്ര പെട്ടെന്ന് ആ ഗോത്രക്കാർക്കിടയിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യമായിരുന്നില്ല. അതിന് അവർക്കിടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ചില രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ അവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു സണ്ണി എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുമായിരുന്നു. ഈ സണ്ണി ഡോക്ടർക്ക് അത്യാവശ്യം പ്രായമുണ്ട്. അദ്ദേഹം ഒരു പള്ളിയിൽ അച്ഛൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹവുമായിട്ടാണ് അവർ കൂടുതൽ കോണ്ടാക്ട് പുലർത്തിയിരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അവരോട് ചെന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങോട്ടേക്ക് ആരെയെങ്കിലും കടത്തിവിടുമായിരുന്നുള്ളൂ. അതിന് ഒരു പ്രത്യേക കാരണം തന്നെയുണ്ട്. അവർക്ക് മനുഷ്യരെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അവരുടെ ചില പ്രത്യേക തരത്തിലുള്ള പൂജകളും അതുപോലെ അവരുടെ ഈശ്വര വിശ്വാസവും നമ്മളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിരുന്നു. അവർ ആരാധിച്ചിരുന്ന അവരുടെ കുലദൈവവും അതുപോലെ കുലദൈവത്തിന് കാവൽ നിൽക്കുന്ന അവിടുത്തെ ഒരുപാട് ആത്മാക്കളും അതൊക്കെയായിരുന്നു അവരുടെ ദൈവസങ്കല്പങ്ങൾ. അവിടേക്ക് പുറത്തു നിന്നും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ കുലദൈവത്തിന് അത് ഇഷ്ടപ്പെടില്ല എന്നും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആത്മാക്കൾ അവരെ ശല്യം ചെയ്യും എന്നൊക്കെയായിരുന്നു അവർ വിശ്വസിച്ചു പോന്നിരുന്നത്. അത് ഈ പള്ളിയിൽ അച്ഛനോട് അവർ മുന്നേ തന്നെ പറഞ്ഞിരുന്നു പോലും. എന്നാൽ ഈ കാലഘട്ടത്ത് ചിലപ്പോൾ അത് അവരുടെ ഒരു വിശ്വാസം മാത്രമായിരിക്കാം എന്ന ഒരു സെൻസിലായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. അതുകൊണ്ട് ഇവരോട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. അവരുമായി സംവാദത്തിൽ ഏർപ്പെട്ട് അവർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള അനുവാദം ആ പള്ളിയിൽ അച്ഛനായ സണ്ണി അവർക്ക് വാങ്ങിക്കൊടുത്തിരുന്നു. എന്നിട്ട് അവരുടെ കൂടെ അദ്ദേഹം ആ കാടിനകത്ത് പകുതി വരെ ചെന്നതിന് ശേഷം അവരോട് പറഞ്ഞു, ഇനി എനിക്ക് അങ്ങോട്ടേക്ക് നടക്കാൻ ആരോഗ്യമില്ല. ഇനി കുറച്ചുകൂടി നടന്നാൽ നിങ്ങൾക്ക് അവരെ കാണാം. അവർ നിങ്ങളെ ഭദ്രമായി അങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ആ ഉൾക്കാടിൽ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം തിരിച്ച് പള്ളിയിലേക്ക് മടങ്ങി. എന്നാൽ അവിടെ നിന്നും ഈ കനകയും അതുപോലെ കനകയുടെ സുഹൃത്തുക്കളായ കുറച്ച് നഴ്സസും അതുപോലെ 2 ഡോക്ടേഴ്സും അങ്ങോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചു. കുറച്ചു ദൂരം നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ചില ആദിവാസി ആളുകൾ ചാടി വീഴുന്നത്. അവരുടെ മുന്നിലേക്ക് പെട്ടെന്ന് ചാടി വീണത് കൊണ്ട് തന്നെ അവർ എല്ലാവരും വല്ലാതെ ഭയന്നിരുന്നു.
എന്നാലും അവർ ഇവരെ ഉപദ്രവിക്കാതെ അവരെ ആ ഗ്രാമത്തിനുള്ളിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. വളരെ സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു അവർ ഇവരെ അതിനകത്തേക്ക് കൊണ്ടുപോയിരുന്നത്. അവർക്ക് ഈ സൂചിയും മരുന്നുകളെല്ലാം വളരെ ഭയമായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ കഴുത്തിലെ സ്റ്റെതസ്കോപ്പും അവരുടെ കയ്യിലെ പ്രത്യേക ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കണ്ട് അവർക്ക് ഭയം തോന്നിയിരുന്നു. അങ്ങനെ അവർ ആ കാടിൻ്റെ ആ പ്രത്യേക ഗോത്രത്തിൻ്റെ മൂപ്പൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തോട് ഇവർ വന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ ഗ്രാമത്തിലുള്ളവർ തന്നെ, ആ ഗോത്രത്തിലുള്ളവർ തന്നെ അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ അദ്ദേഹം ഇവരെ നോക്കി ചിരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള നോട്ടത്തോടെ അവരുടെ തനതായ ഭാഷയിൽ ഈ മെഡിക്കൽ ക്യാമ്പിനായി വന്നവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, എന്നാൽ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ആ വീടിനുള്ളിൽ നിന്നും നിങ്ങൾ ചില പ്രത്യേക സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങരുത്. നമ്മൾ എപ്പോൾ പറയുന്നോ ആ സമയത്ത് മാത്രം, ഏകദേശം പകൽ സമയത്ത് മാത്രമേ നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന്. രാത്രി സമയങ്ങളിൽ നിങ്ങൾ എന്ത് ശബ്ദം കേട്ടാലും, പുറത്ത് എന്ത് തന്നെ നടന്നാലും നിങ്ങൾ അതിനുള്ളിൽ നിന്നും പുറത്തിറങ്ങരുത് എന്ന ഒരു താക്കീതായിരുന്നു അവർക്ക് നൽകിയിരുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ അവരോട് അത് വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ ഇതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് തോന്നിയ ആ മെഡിക്കൽ സംഘം അന്ന് അവിടെ ചില ആരോഗ്യ ചെക്കപ്പുകളൊക്കെ നടത്തിയതിനു ശേഷം അന്നവർ രാത്രി അവർക്ക് പ്രത്യേകം താമസിക്കാനായി നൽകിയ ആ മുറിക്കുള്ളിലേക്ക് പോയി. അവിടെയായിരുന്നു എല്ലാവരും താമസിച്ചിരുന്നത്. ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആ ഒരു മുറി തന്നെയായിരുന്നു നൽകിയിരുന്നത്. അതൊരു പഴയ വീട് പോലെയായിരുന്നു. ആ ഒരു ഭാഗത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം നല്ലൊരു താമസിക്കാൻ യോഗ്യമായ തരത്തിലുള്ള ഒരു വീട്. 2 മുറികളും അതിനുള്ളിൽ ചെറിയ മണ്ണടുപ്പുകളുമുള്ള ഒരു പ്രത്യേക തരം ഒരു വീട്. എന്നാൽ അവിടുത്തെ ഗ്രാമവാസികളൊക്കെ താമസിക്കുന്നത് ചില പാറകളുടെ അടിയിലും അതുപോലെ മരങ്ങളിലും അങ്ങനെയൊക്കെ പലയിടങ്ങളിലായി വീട് കെട്ടിയായിരുന്നു അവരൊക്കെ അവിടെ താമസിച്ചിരുന്നത്. അങ്ങനെ അന്നത്തെ രാത്രി അവർ ഉറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു വല്ലാത്ത തരം ശബ്ദം കേട്ട് എല്ലാവരും ഒരുമിച്ച് ഉണരുന്നത്. പെട്ടെന്ന് അവർ എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിട്ട് ചോദിച്ചു, എന്താണ് ആ ശബ്ദം, എവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നത് എന്നൊക്കെ. എന്നാൽ ആർക്കും തന്നെ ആ സ്ഥലം പരിചയമല്ലാത്തത് കൊണ്ട് അവർക്കാർക്കും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് അവർ താമസിക്കുന്ന ആ വീടിന് മുകളിൽ ആരോ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നു. ഏതോ ഒരു മനുഷ്യരൂപത്തിലുള്ള എന്തോ ഒന്ന് ആ വീടിന് മുകളിൽ നടക്കുന്നത് പോലെ അവർക്ക് തോന്നി. അതുപോലെ കാടിനുള്ളിൽ നിന്നും എന്തൊക്കെയോ പ്രത്യേക തരത്തിലുള്ള അലർച്ചയും അതുപോലെ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള രൂപങ്ങളെ അവർക്ക് എളുപ്പത്തിൽ മിന്നിമായുന്നത് പോലെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കാടിനുള്ളിൽ നിന്നും കേൾക്കുന്ന ആ പ്രത്യേക ശബ്ദത്തിന് ഒരു മനുഷ്യൻ വാവിട്ട് കരയുന്നതും അതുപോലെ ഒരു മനുഷ്യൻ ആർത്ത് നിലവിളിക്കുന്നതുമായ ശബ്ദത്തോട് വളരെയധികം സാമ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അന്നത്തെ രാത്രി ഉറങ്ങാനേ സാധിച്ചിരുന്നില്ല. എങ്ങനെയൊക്കെയോ ആ ശബ്ദങ്ങൾക്കിടയിൽ അവർ നേരം വെളുപ്പിക്കുകയായിരുന്നു. എന്നാൽ പുലരാൻ ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കനകയെ ആരോ അവളെ പേര് വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അങ്ങനെ അവൾ അവിടെ ഉണ്ടായിരുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു മുള കൊണ്ട് മേഞ്ഞ ഒരു ജനവാതിലിനരികിൽ നിന്നാണ് അവൾക്ക് ആ ശബ്ദം വരുന്നതെന്ന് മനസ്സിലായി. എന്നിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് ആ ജനവാതിൽ പാളി ഒന്ന് നീക്കിയതിന് ശേഷം അവൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവർ എല്ലാവരും ആ വിചിത്രമായ കാഴ്ച കണ്ടു. ഒരുപാട് പ്രത്യേക തരത്തിലുള്ള ആത്മാക്കൾ. എന്നാൽ ആ ആത്മാക്കൾക്ക് ഉയരം വളരെ കുറവായിരുന്നു. ഉയരം കുറഞ്ഞ രീതിയിലുള്ള ചെറിയ കുള്ളന്മാരായ ചില ആത്മാക്കൾ അവർ താമസിക്കുന്ന വീടിനു ചുറ്റും വലം വെക്കുന്നത് പോലെ. എന്നാൽ ആ രൂപങ്ങൾ ഇവരെ നോക്കുന്നുണ്ടായിരുന്നില്ല. ആ രൂപങ്ങൾ നേരെ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ ചൊല്ലി പറഞ്ഞുകൊണ്ട് ആ വീടിനു ചുറ്റും പ്രദക്ഷിണം വെക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. പെട്ടെന്ന് തന്നെ ആ മുള കൊണ്ട് നിർമ്മിച്ച പാളി വലിച്ചടച്ച് അവർ അന്ന് രാത്രി ദൈവത്തെയൊക്കെ വിളിച്ച് അവർ അവിടെ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം നേരം പുലർന്ന സമയത്ത് അവിടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ആ മുതിർന്ന ഗ്രാമതലവനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് ഈ ഗ്രാമതലവൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ അനുവാദം തരാൻ പാടുണ്ടായിരുന്നില്ല. നിങ്ങൾ വന്നത് ഞങ്ങളുടെ കുലദൈവത്തിന് ഇഷ്ടമായിരിക്കില്ല. ആ സമയത്ത് കനക ചോദിച്ചു, കുലദൈവമോ, അതെന്താണ് എന്നൊക്കെ. ആ സമയത്ത് കനകയുടെ കൈ പിടിച്ച് കുലദൈവം ഇരിക്കുന്ന കോവലിനടുത്തേക്ക് കൊണ്ടുപോയി. ആ കോവലിനടുത്തേക്ക് ചെന്ന സമയത്താണ് കനകയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലായത്. കുലദൈവത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും ചെറിയ കുള്ളന്മാരുടെ രൂപത്തിലുള്ള ഒരുപാട് കല്ലുകൾ വെച്ചിരിക്കുന്നു.
ആ സമയത്ത് ആ മൂപ്പൻ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ കുലദൈവം. എന്നാൽ ഈ കുലദൈവത്തിന് ചുറ്റും നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് ആപത്ത്. അത് മുഴുവൻ ആത്മാക്കളാണ്. ആ ആത്മാക്കൾ ഇങ്ങോട്ടേക്ക് പുതുതായി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുമായിരുന്നു. നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങളെ കാണാനായി വന്നതായിരുന്നു ആ ആത്മാക്കൾ. ആ ആത്മാക്കൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ രാത്രി അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നത് എന്ന്. ആ സമയത്ത് കനക ചോദിച്ചു, എങ്ങനെയാണ് ആത്മാക്കൾ ദൈവങ്ങളാകുന്നത് എന്ന്. ഈ കാടിനുള്ളിൽ മരണപ്പെട്ടു പോയവരെല്ലാവരും ആത്മാക്കളായിട്ടാണ് ഈ ഒരു മൺതറയിലേക്ക് എത്തുന്നത് എന്ന്. എങ്ങനെയാണ് ഈ കാടിനുള്ളിൽ ഇത്രയധികം മരണം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ആ ഗ്രാമത്തിലെ മൂപ്പൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു. പണ്ടുകാലത്ത് പകർച്ചവ്യാധി വന്ന സമയത്ത് ഇവിടം ഒരുപാട് പേർ മരണപ്പെട്ടു. ഇവിടെ ആര് മരണപ്പെട്ടാലും അവരെല്ലാവരും ഈ മൺതറയിലേക്ക് ആത്മാക്കളായി മാറും എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. അതിനുശേഷം കാടിനുള്ളിൽ പോയ പലരെയും വന്യമൃഗങ്ങൾ പിടിച്ചിട്ടും, അതുപോലെ ചിലർ കാടിനുള്ളിൽ കയറിയതിനു ശേഷം വഴി തെറ്റിയിട്ടും അവർക്ക് തിരിച്ചു വരാൻ പറ്റാതെ വിശപ്പും ദാഹവും മൂലം മരണപ്പെട്ടവരും അങ്ങോട്ട് ആത്മാക്കളായി വന്ന് കുലദൈവത്തിന് കാവലായി നിൽക്കും എന്നായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. ഇങ്ങോട്ടേക്ക് പുറത്തു നിന്നും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ആത്മാക്കളെ കൊണ്ട് ഉപദ്രവം സംഭവിക്കാറുള്ളത് പതിവായിരുന്നു എന്ന് ഗ്രാമമുഖ്യൻ പറഞ്ഞു. ഇന്നൊരു രാത്രി കൂടി നിങ്ങളിവിടെ കഴിച്ചു കൂട്ടണം എന്ന് പറഞ്ഞ സമയത്ത് കനകയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കനകയെ മാറ്റി നിർത്തിയിട്ട് ഒന്ന് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആ സമയത്ത് കനക പറഞ്ഞു, ചിരിക്കരുത്, ഇത് ഇവരുടെ വിശ്വാസമാണ്, ഈ വിശ്വാസത്തിൽ നമ്മൾ കൈകടത്തുന്നത് ഒട്ടും ശരിയല്ല എന്ന് ആ ഡോക്ടറോട് പറഞ്ഞു. അന്നത്തെ ദിവസം ആ ഗ്രാമത്തിലെ ആ ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ചില പ്രത്യേക വ്യാധികളെക്കുറിച്ച്, പ്രത്യേക രോഗങ്ങളെക്കുറിച്ച് അവർ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി. എന്നിട്ട് അത് ഗവൺമെന്റിന് സമർപ്പിക്കാനായിരുന്നു അവർ അങ്ങോട്ട് വന്നിരുന്നത്. അന്നൊരു പകൽ കൂടി മാത്രമേ അവർക്ക് ആ ഡോക്യുമെന്റ് തയ്യാറാക്കാൻ ആവശ്യമായിരുന്നുള്ളൂ. എന്നാൽ അവിടുത്തെ ഗ്രാമവാസികൾ സഹകരിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് അധികം സമയം അതിന് തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഏകദേശം വൈകുന്നേരം നേരം ഇരുട്ടിയതിനു ശേഷം മാത്രമാണ് അവർക്ക് ആ ഡോക്യുമെന്ററി കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത്. ഇന്നിനി കാടിറങ്ങുന്നത് ഉചിതമല്ല. വന്യമൃഗങ്ങളുള്ള കാടാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് രാത്രി കൂടി ഇവിടെ താമസിക്കാമെന്ന് കനക മറ്റുള്ളവരോടായി പറഞ്ഞു. ഈ കനക എന്നത് ആ ഹോസ്പിറ്റലിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു സ്ത്രീ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ സ്ത്രീ മറ്റുള്ളവരോട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവർ അനുസരിക്കുന്നത് പതിവ് തന്നെയായിരുന്നു. എന്നാൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഡോക്ടർ, സനൽ എന്നായിരുന്നു ആ ഡോക്ടറുടെ പേര്. സനൽ ഡോക്ടർക്ക് ഇതൊന്നും അത്ര വലിയ വിശ്വാസമുണ്ടായിരുന്നില്ല. സനൽ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇന്ന് തന്നെ പോകാം, കയ്യിലെ വെളിച്ചവും മറ്റും ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോകാം. വന്നിട്ട് 2 ദിവസം ആയിട്ടുള്ളെങ്കിൽ പോലും ഇവിടെ നെറ്റ്വർക്കും റേഞ്ചും ഒന്നും ഇല്ലാത്തത് കൊണ്ട് മൊത്തത്തിൽ ഒരു ബോറടിയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് മടങ്ങി പോകാമെന്ന് കനകയോട് പറഞ്ഞു. എന്നാൽ കനക അതിന് സമ്മതിച്ചില്ല. ഞങ്ങൾ സ്ത്രീകളാണ്, നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് അത്ര ധൈര്യമില്ല, അതുകൊണ്ട് ഇന്നൊരു രാത്രി കൂടി ഇവിടെ താമസിച്ചതിന് ശേഷം നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ആ സമയത്ത് കനകയുടെ കൂടെ ഉണ്ടായിരുന്ന 2 സഹപ്രവർത്തകർ കനകയോട് ചോദിച്ചു, ഇന്നലെ രാത്രി ഉണ്ടായ അനുഭവം തന്നെ എനിക്ക് പേടിയാകുന്നുണ്ട്. ഇന്ന് രാത്രി കൂടി എങ്ങനെയാണ് കഴിച്ചു കൂട്ടുക എന്ന ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. നേരം അതിവേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു. അർദ്ധരാത്രി ഏകദേശം 12 മണിയോടുകൂടിയാണ് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം കേട്ട അതേ തരത്തിലുള്ള ശബ്ദം കാടിനുള്ളിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയത്. അവരെല്ലാവരും എഴുന്നേറ്റ് കണ്ണ് മിഴിച്ചിരുന്നു. ആ സമയത്ത് സനൽ ഡോക്ടർ മാത്രം ഉറങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് ഇതിനൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഇതൊന്നും കാര്യമാക്കി എടുത്തിരുന്നു പോലുമില്ല. എന്നാൽ കൂടെ ഉണ്ടായിരുന്നവർ സനൽ ഡോക്ടറെ എഴുന്നേൽപ്പിച്ച് ആ അപൂർവമായ ശബ്ദം കേൾപ്പിച്ചു കൊടുത്തു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അത് എന്തെങ്കിലും വന്യമൃഗങ്ങളുടെ ശബ്ദമായിരിക്കാം. എന്നാൽ ആ സമയത്താണ് പെട്ടെന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള വെളിച്ചം അവർക്ക് നേരെ വരാൻ തുടങ്ങിയത്. എന്നിട്ട് അവർ പെട്ടെന്ന് വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുള്ളന്മാരായ ഒരുപാട് ആത്മാക്കൾ അവരുടെ അടുത്തേക്ക് വരുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. ഇത് സനൽ ഡോക്ടറും കണ്ടു. സനൽ ഡോക്ടർ കണ്ണ് മിഴിച്ചായിരുന്നു അത് നോക്കിയിരുന്നത്. സിസ്റ്റർ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. ആ സമയത്ത് കനക പറഞ്ഞു, നമ്മൾ ആ ആത്മാക്കൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് നമ്മളെ ഉപദ്രവിക്കുകയുള്ളൂ.
അതുകൊണ്ട് നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല. അവർ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞു. എന്നാൽ അന്നത്തെ രാത്രിയും അതുപോലെ തന്നെയായിരുന്നു. ആ വീടിന് ചുറ്റും ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദമുണ്ടാക്കിയും ആ വീടിന് മുകളിൽ കയറിയിരുന്നു അന്നത്തെ രാത്രിയും അവരുടെ ഉറക്കം ആ ആത്മാക്കൾ കെടുത്തിയിരുന്നു. അങ്ങനെ വീണ്ടും ഒരു രാത്രി കൂടി അവർ ഉറങ്ങാതെ ആ ആത്മാക്കൾക്ക് കാവലിരുന്നു. പുലർച്ചെ സൂര്യവെളിച്ചം അങ്ങോട്ടേക്ക് പതിക്കുന്ന സമയത്ത് കനക വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ കുള്ളന്മാരായ ആത്മാക്കൾ ഓരോരുത്തരായി ആ മൺതറയിലേക്ക് പോകുന്നത് പോലെ കണ്ടു എന്നാണ് കനക എന്ന് പറഞ്ഞ ഈ നേഴ്സ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു യഥാർത്ഥ കഥയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ ഇതൊരു യഥാർത്ഥ കഥ തന്നെയാണ്. അവരുടെ പോസ്റ്റിംഗ് കാലത്ത് അവർ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് മെഡിക്കൽ ക്യാമ്പിനായി പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആദിവാസി സമൂഹങ്ങളിൽ അവർ മെഡിക്കൽ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ നീലഗിരിയിലെ ഈ പ്രത്യേക ഗോത്ര സമുദായത്തിലേക്ക് അവർ പോയത് ആദ്യമായിട്ടായിരുന്നു. അവർക്ക് അന്ന് അവിടെ വെച്ചിട്ടുണ്ടായ ഒരു പ്രത്യേക വിചിത്രമായ അനുഭവമാണ് അവർ എന്നോട് ഷെയർ ചെയ്തിരുന്നത്. അടുത്ത ദിവസം ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കി ആ കാട്ടുമൂപ്പന് ചില പ്രത്യേക സമ്മാനങ്ങളൊക്കെ നൽകിയാണ് അവർ അന്ന് തിരിച്ച് ആശുപത്രിയിലേക്ക് മടങ്ങിപ്പോയത്. തിരിച്ചു പോരുന്ന സമയത്ത് പള്ളിയിൽ അച്ഛനായ സണ്ണി ഡോക്ടറോട് അവർ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എന്നാൽ അതൊന്നും കാര്യമാക്കേണ്ടതില്ല, ഇതെല്ലാം ഓരോ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ഒരു വാക്കിൽ പറഞ്ഞു. പിന്നീട് ഒരിക്കൽ പോലും അവർക്ക് ഈ ഗോത്ര വിഭാഗത്തിലേക്ക് മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നും ഈ ആദിവാസി സമൂഹങ്ങളിൽ ചിലരെങ്കിലും ഇതുപോലെ ഉൾവനങ്ങളിൽ ആളുകളുമായി സംവദിക്കാതെ കഴിയുന്നവരുണ്ട്. അവരുടെ വിശ്വാസങ്ങളും അവരുടെ പ്രാർത്ഥനകളും നമ്മളിൽ നിന്നൊക്കെ കുറച്ച് വിചിത്രവുമാണ്. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. ഇത്തരത്തിലുള്ള കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും പ്രേതാനുഭവങ്ങളോ ഇതുപോലെയുള്ള പ്രേത കഥകളോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കുന്ന നല്ല കഥകളെ ഇവിടെ മനോഹരമായ ഒരു അനുഭവമായി പറയാവുന്നതാണ്.